മക്കളെ, നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര രീതിയിലുള്ളൊരു വിഷമം ഉണ്ടാവാം അല്ലേ? ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണത്. അതിൽ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ളത് ഈ റീനീറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തൊരു അവസരം കിട്ടിയിട്ടും ഞാൻ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുന്ന നമുക്ക് 1.5 മാസം സമയം കിട്ടിയില്ല, ഞാൻ അങ്ങനെ പഠിക്കാമായിരുന്നല്ലോ, ഇങ്ങനെ പഠിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ പഠിച്ച അത്ര പോലും നിങ്ങൾ പഠിച്ചില്ലല്ലോ എന്ന രീതിയിലൊക്കെ ഒരുപാട് താരതമ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ആ ഒരു കുറ്റബോധം നിങ്ങൾ എക്സാം ഹോൾ കയറുന്ന സമയത്തുണ്ടായിരുന്നു, ഇപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ, നമ്മുടെ ഈ റീനീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ജേണി ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ജേണി തന്നെയായിരുന്നു. നിങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് അവസാനിപ്പിച്ച ഒരു സംഭവം രണ്ടാമത് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുകയും സ്വാഭാവികമായിട്ടും നിങ്ങളൊരു സോണിനാവാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുകയും ആ സോണിനായതിനു ശേഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്, അതിനുമാത്രം സമയമില്ലല്ലോ എന്നുള്ള സ്ട്രെസ്സും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ജേണിക്കുണ്ട്. അപ്പം അവിടെ ഒരു എഫിഷ്യൻസിയുടെ ലിമിറ്റ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നിങ്ങൾ എക്സാം ഹോളിലോട്ട് പോകുന്നത്. എക്സാം ഹോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ച് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ഫിസിക്സിൽ ലെങ്തി ആയിട്ടുള്ള 5ഉം 8ഉം 10ഉം വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നുണ്ട്. പല കോംപ്ലിക്കേറ്റഡ് ഗ്രാഫുകൾ നിങ്ങൾ കാണുന്നുണ്ട്. കെമിസ്ട്രിയിലൊക്കെ മറിച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഭയങ്കര കോംപ്ലിക്കേറ്റഡുള്ള പരിപാടിയായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകെ നിങ്ങൾ എന്തായിപ്പോയി, തരിച്ചുപോയി. അപ്പം ഇങ്ങനെ തരിച്ച് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ആ ഒരു കുറ്റബോധമുണ്ട്, റീനീറ്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തില്ലല്ലോ എന്നുള്ള അനാവശ്യ കുറ്റബോധമുണ്ട്. അതിൻ്റെ പുറമെ ഇതുകൂടി വരുന്ന സമയത്ത് നിങ്ങളാകെ തരിച്ചു പോയി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വളരെ പാസീവായിട്ട് എത്ര ശ്രമിച്ചിട്ടും വായിക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ലെങ്തി ആയതുകൊണ്ട് തന്നെ ചില ഭാഗത്തു നിന്ന് കുറേ കിട്ടിമറിയേണ്ടി വന്നു, അങ്ങനെ ഒരുപാട് സമയം നഷ്ടമായി. അങ്ങനെ ആകെ മൊത്തത്തിൽ എക്സാം വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു കുറ്റബോധം കൂടി നേരത്തെയുള്ള കുറ്റബോധം ആഡപ്പായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അല്ലേ, ഇപ്പം ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി നിങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പല ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വീണ്ടും ഒരു കുറ്റബോധം, പക്ഷേ ഞാൻ എക്സാം ഒന്നും കൂടി ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നല്ലോ. അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻ ചെറിയ ട്വിസ്റ്റ് എലമെൻ്റ് ഉണ്ടായിരുന്നു, ഈ ട്വിസ്റ്റ് എലമെൻ്റ് നിങ്ങൾ വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശരിയെന്ന് പ്രതീക്ഷിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആകെ മൊത്തത്തിൽ നിങ്ങൾ പക്ഷേ എനിക്ക് കഴിഞ്ഞ എക്സാമിന് അത്ര മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത്ര മാർക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിലുള്ള ഒരു സങ്കടത്തിലാവും നിങ്ങളുണ്ടാവുക. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എല്ലാ പ്രോസസ്സിലൂടെയും കൂടെ തന്നെയാണ് ഇന്ത്യയിൽ എക്സാം എഴുതിയ 23 ലക്ഷത്തോളം വരുന്ന കുട്ടികളും ഈ എക്സാം എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കട്ട് ഓഫ് മക്കളെ എന്തായാലും കുറയുന്ന യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മളെ മാർക്ക് എന്നാണ്. നീറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണെന്നും ഇവിടെ റാങ്കിനാണ് ഇമ്പോർട്ടൻസ് എന്നും പലപ്പോഴായിട്ട് നമ്മൾ ശ്രദ്ധ പോവാറില്ല. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്കറിയാം കട്ട് ഓഫ് എന്തായാലും താഴും, 2025 കട്ട് ഓഫിലോട്ട് കാര്യങ്ങൾ പോകും നമുക്കറിയാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രതീക്ഷ എല്ലാം കഴിഞ്ഞു എന്നൊന്നും എൻ്റെ കുട്ടികൾ വിചാരിക്കണം. ലെറ്റ്സ് സി എന്താണ് കട്ട് ഓഫ്, എന്ത് രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഭാവിയെ പറ്റി പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഭയങ്കര രീതിയിലാകെ സ്ട്രെസ്ഡ് ആവാതെ, ഐ നോ ഇറ്റ്സ് ഈസി ടു സേ, ബട്ട് സ്റ്റിൽ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെ കംഫർട്ട് സോൺ എത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ പാരൻസിനോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങളെ പഴയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനോടൊക്കെ നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ മൈൻഡിനെ എത്രത്തോളം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അത്രത്തോളം നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് നിങ്ങളെ പഴയ സെൽഫ് ഉണ്ടല്ലോ, ഈ എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഹാപ്പി ആയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, അതിലോട്ട് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻ ദ മീൻ ടൈം ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരും. അപ്പോൾ നമുക്ക് നമ്മളെ കട്ട് ഓഫ് മാർക്കും നമ്മൾ എവിടെ നിൽക്കുന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എൻ്റെ കുട്ടികൾ അത്രയും നല്ല ഒരു സറൗണ്ടിങ് സെറ്റ് ആക്കുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ടേക്ക് കെയർ.